അവിടെ ജയ്ഷെ മുഹമ്മദ് നടത്തിയ ഒരു മദ്രസ ഉണ്ടായിരുന്നു. അത് തകർന്നു. പാകിസ്ഥാന്റെ ഔദ്യോഗിക വാദത്തെ പിന്തള്ളി അവിടുത്തെ ജനങ്ങൾ. ഇന്ത്യയുടെ മിന്നലാക്രമണത്തെ ചെറുതായി കാണുന്നതായി ഭാവിക്കുന്ന പാകിസ്ഥാന്റെ ഭാഷ്യത്തെ പിന്തള്ളി പ്രദേശവാസികൾ. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ഭയന്ന് വിറച്ചാണ് പാകിസ്ഥാൻ അതിർത്തിയിലെ ഗ്രാമവാസികൾ ഉറക്കമുണർന്നത്. ജയ്ഷെ മുഹമ്മദ് ഭീകരർ അവിടെ ഉണ്ടായിരുന്നതായും ഗ്രാമവാസികൾ സ്ഥിരീകരിച്ചു. തകർന്ന കുന്നിൻമോളിൽ ജയ്ഷെ മുഹമ്മദ് നടത്തിക്കൊണ്ടിരുന്ന ഒരു മദ്രസയുണ്ടായിരുന്നു. ഒരു ഗ്രാമവാസി പറഞ്ഞു, എനിക്കവിടെ പരിചയമുണ്ട്. അവിടെ ജയ്ഷെ മുഹമ്മദിന്റെ ഒരു പരിശീലന ക്യാമ്പ് ഉണ്ടായിരുന്നു. ഇതെല്ലാം നടത്തിയിരുന്നത് ജയ്ഷെ മുഹമ്മദാണ്. അദ്ദേഹം വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിനോട് വെളിപ്പെടുത്തി. എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല. നേരം പുലർന്നു കഴിഞ്ഞപ്പോഴാണ് അതൊരു ആക്രമണമായിരുന്നുവെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. വീണ് കിടക്കുന്ന മരങ്ങളും തകർന്ന കെട്ടിടങ്ങളും കാണാൻ സാധിച്ചു. ബോംബ് വീണ് തകർന്ന സ്ഥലങ്ങളും കണ്ടു. 25 വയസ്സുകാരനായ മുഹമ്മദ് അജ്മൽ റോയിറ്റേഴ്സിനോട് പറഞ്ഞു. എന്നാൽ ഒരാൾക്ക് പരിക്ക് പറ്റുക മാത്രമാണ് ചെയ്തത് എന്നും ഗ്രാമവാസി കൂട്ടിച്ചേർത്തു. 40 കിലോമീറ്റർ അകത്തേക്ക് കടന്നുവരെ ഇന്ത്യ ബോംബ് വർഷിച്ചതിനാൽ സാധാരണ ജനങ്ങളും ഭയചകിതരായി. ബാൽക്കോട്ട എന്ന പ്രദേശം 2005-ൽ ഒരു ഭൂകമ്പത്തെ തുടർന്ന് ദുരിതം അനുഭവിച്ച സ്ഥലമാണ്. ആക്രമണത്തോടെ പുൽവാമ തീവ്രവാദി ആക്രമണത്തിൽ നിന്ന് കനത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യക്കായി. OP 160/18 കക്ഷി സജിത് കുമാർ അമ്മണിപ്പിള്ള, എതിർകക്ഷി കാന്തി ശിവദാസൻ. Welcome to a life in the midst of nature. Presenting Raindrops at Kakinad. Casadal Developers. Stay happy.